നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്. എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെയാണ് അനലിറ്റിക് ആണോ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഏറ്റവും നല്ല വഴി അതാണ്. ഓക്കെ, അപ്പം ആദ്യം റിയൽ പാർട്ട് എഴുതുക. യു എക്സ് വൈ വി എക്സ് വൈ എടുത്ത് എഴുതാം. ഐ ഇല്ലാത്തത് യു എക്സ് വൈ, ഐ ഉള്ളത് വി എക്സ് വൈ. ഓക്കെ, അടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി സി ആർ ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടല്ലോ, യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ, ഇതാണ് സി ആർ ഇക്വേഷൻസ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഈ 4 സെറ്റ് ചെയ്യണം. ഇപ്പോൾ യു എക്സ് കാണാം, അതായത് ഈ യു എക്സ് വൈ എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ മുകളിൽ എക്സ് ഉണ്ട്, താഴെ എക്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കോഷ്യൻ റൂൾ മസ്റ്റാണ്. ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് അല്ല, ഇവിടെ ഡോ ബൈ ഡോ എക്സ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി. ഓക്കെ, അപ്പം ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് ന്യൂമറേറ്റർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അവിടെ അതെ ഡോ ബൈ ഡോ എക്സ് എന്ന് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റാണ്. ഓക്കെ, ശരി, ഞാൻ കോഷ്യൻ റൂൾ ജസ്റ്റ് എഴുതിയേ ഉള്ളൂ. എന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡി എക്സ്, ഡോ എക്സ് ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് 1 തന്നെയാണ്, മൈനസ് എക്സ് ഇൻറ്റു ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിനെ മാത്രമേ വേരിയബിളായി കാണുന്നുള്ളൂ, ബാക്കി എന്ത് വന്നു കഴിഞ്ഞാലും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്താ? 0. 2x പ്ലസ് 0 എന്ന് വന്നു. ബ്രാക്കറ്റ് പൊളിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നെയാണ്, മൈനസ് എക്സ് ഇൻറ്റു 2x പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 2x തന്നെ. എക്സ് ഇൻറ്റു 2x അപ്പോൾ എന്താ വരിക? 2x സ്ക്വയർ. ഇനി ഇതൊന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ സ്ക്വയർ അവിടെ നിൽക്കട്ടെ. എക്സ് സ്ക്വയറിന് 2x സ്ക്വയർ കുറച്ചാൽ എന്താ വരിക? ഒരു എക്സ് സ്ക്വയറിന് 2x സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ. സോ നമുക്ക് എഴുതാം വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ തന്നെ, അത് തുടക്കം മുതലേ മാറ്റൊന്നുമില്ല. അപ്പോൾ യു എക്സ് കിട്ടി. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? യു വൈയും കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യു വൈ കാണാം. വിത്ത് റെസ്പെക്ട് വൈ ആണ് ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ആ യു എക്സ് വൈ എടുത്ത് എഴുതുന്നേ ഉള്ളൂ. എന്നാൽ ഇപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തെറ്റിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട്. ഓക്കെ, യു വൈ കാണാൻ വേണ്ടിയിട്ട് കോഷ്യൻ റൂൾ തന്നെ. ശരിക്കും വേണ്ട കോഷ്യൻ റൂളിൻ്റെ ആവശ്യമില്ല, എന്നാലും കോഷ്യൻ റൂൾ ഫോളോ ചെയ്യാണ് നല്ലത്. ഓക്കെ, ഡിനോമിനേറ്ററിൽ മാത്രമല്ലേ ഉള്ളൂ വൈ, ന്യൂമറേറ്ററിൽ വൈ ഇല്ലല്ലോ. അപ്പോൾ പക്ഷേ കുഴപ്പമില്ല, കോഷ്യൻ റൂൾ ഫോളോ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. ഡിനോമിനേറ്റർ എഴുതുന്നു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ, കോഷ്യൻ റൂൾ. അതിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് അല്ലെങ്കിൽ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. നേരത്തെ പോലെ തന്നെ ഇവിടെ ബ്രാക്കറ്റ് പൊളിച്ച് കഴിഞ്ഞാൽ ഇത് ഇൻറ്റു 0 ആയതുകൊണ്ട് ഈ ടേം മൊത്തം 0 ആയി പോകും. മൈനസ് എക്സ് ഇൻറ്റു 0 പ്ലസ് 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2y തന്നെ, എക്സ് ഇൻറ്റു 2y അപ്പോൾ 2xy എന്ന് വരും. ചുരുക്കി പറഞ്ഞാൽ യു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി യു എക്സും യു വൈയും കിട്ടി. ഇനി വി എക്സും വി വൈയും. വി എക്സ് അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് വി എക്സ് വൈൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ വായിച്ച് പോകുന്നൊന്നുമില്ല, ഏതെങ്കിലും പാർട്ട് ഡൗട്ട് വന്ന് ചോദിച്ചാൽ മതി. ഇതേപോലെ തന്നെ യു എക്സ് കണ്ട പോലെ തന്നെ വി എക്സ് കാണും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോസ് ചെയ്തിട്ടൊന്ന് നോക്കി നോക്കും. അതേപോലെ ഞാൻ വി വൈയും കണ്ടിട്ടുണ്ട്. വി എക്സ് വൈ ഒന്നുകൂടെ എടുത്ത് എഴുതി, എന്നിട്ട് വി വൈ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. എല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്തു, സിംപ്ലിഫൈ ചെയ്ത് എഴുതിയപ്പോൾ വി വൈ ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, കൺക്ലൂഷൻ എഴുതാൻ വേണ്ടിയിട്ട് അതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. യു എക്സ്, യു വൈ, വി എക്സ്, വി വൈ. ഓക്കെ, നമുക്ക് സി ആർ ഇക്വേഷൻസ് ഇതല്ലേ, യു എക്സ് ഈക്വൽ ടു വി വൈ ആവണം, അതായത് ക്രോസ് ആയിട്ട് നോക്കണ പോലെ യു എക്സ് ഈക്വൽ ടു വി വൈ ആവണം, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആയിരുന്നു. ഇതാണ് സി ആർ ഇക്വേഷൻസ്. ഓക്കെ, ഇതാണ് സി ആർ ഇക്വേഷൻസ് അല്ലേ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ എവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് യു എക്സ് ലെഫ്റ്റിൽ എഴുതി, വി വൈ റൈറ്റിൽ എഴുതി. യു എക്സ് ഇതാണ് കിട്ടിയത്, അതുപോലെ വി വൈ ഇതാണ് കിട്ടിയത്. നോക്കി നോക്കുക, ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയുക എന്നുള്ളത് ആലോചിക്കേണ്ട. ഡിനോമിനേറ്റർ എന്തായാലും രണ്ടിൻ്റെയും സെയിം ആണ്, ന്യൂമറേറ്റർ സെയിം ആവും അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ സെയിം ആവണം. അപ്പോൾ ന്യൂമറേറ്റർ എന്തൊക്കെയാണ്? വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ്, ക്യാൻസൽ ചെയ്യുന്നതായിട്ട് തന്നെ കരുതി കേട്ടോ, പിന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കാമല്ലോ. വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ.
ഇതിൽ ക്യാൻസൽ ചെയ്ത് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. ഇവിടെ വൈ സ്ക്വയർ ആണ്, ഇവിടെ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഈ മൈനസ് വൈ സ്ക്വയറിന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം, മൈനസ് എക്സ് സ്ക്വയറിന് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? പ്ലസ് ആവും. മൈനസ് വൈ സ്ക്വയറിന് കൊണ്ടുവന്നാൽ പ്ലസ് വൈ സ്ക്വയർ ആവും. മൈനസ് എക്സ് സ്ക്വയർ ഉണ്ടാക്കി പ്ലസ് എക്സ് സ്ക്വയർ ആവും. അപ്പോൾ 2 വൈ സ്ക്വയർ വരും ഈക്വൽ ടു 2 എക്സ് സ്ക്വയർ. 2 ക്യാൻസൽ ചെയ്തിട്ട് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഒരിക്കലും വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റില്ല. വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ്, വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ നിൽക്കട്ടെ. അതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യാം. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സിൽ ചെയ്യാം. യു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് -2xy എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ആയിരുന്നു. വി എക്സ് മൈനസ് വി എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് വി എക്സ്. അപ്പോൾ മൈനസ് ഓഫ് ഇതാണ് വി എക്സ് കിട്ടിയിരുന്നത്. വി എക്സിൽ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ 2 മൈനസ് വരും. ബ്രാക്കറ്റിന് പുറത്തും ഒന്നകത്തും. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് എനിക്ക് പ്ലസ് ആക്കി മാറ്റാം. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ മൈനസ് ചേർത്തിട്ട് പ്ലസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ അതേ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, ഒഴിവാക്കാം. ന്യൂമറേറ്ററുകളൊന്ന് കമ്പയർ ചെയ്യാം. -2xy ഈക്വൽ ടു 2xy. ഒരിക്കലും ഈ 2 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം, എക്സോ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയരുത്. അപ്പോൾ നമുക്ക് മൊത്തം ക്യാൻസലായി പോകും, അത് ചെയ്യരുത്. ഓക്കെ, ഇവിടെ -2xy അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ +2xy ആവും. അപ്പോൾ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? 0 ഒന്നും ഉണ്ടാവില്ല അല്ലേ. -2xy അങ്ങോട്ട് പോയാൽ +2xy ആവും. 2xy + 2xy 4xy ഈക്വൽ ടു 0 എന്ന് വരും. 4 എന്തായാലും 0 ആവില്ലല്ലോ. ഒന്നുകിൽ x 0 ആവണം, അല്ലെങ്കിൽ y 0 ആവണം. നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ ഇതാണ്. ഒന്നുകിൽ x 0 ആവണം, അല്ലെങ്കിൽ y 0 ആവണം. ഇവിടെയാണെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയറും രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ എന്താ വരിക? x 0 ആയി കഴിഞ്ഞാൽ എന്താ വരിക? എക്സ് സ്ക്വയറിന് 0 എന്ന് കൊടുത്തു, അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. അതായത് വൈയും 0 ആവും അല്ലേ. x 0 ആയി കഴിഞ്ഞാൽ വൈയും 0 ആവും. ഇനി y 0 ആയി കഴിഞ്ഞാൽ x 0 ആവും. ഇൻ ഷോർട്ട് ഇത് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒറ്റ പോയിന്റിലേ ഉള്ളൂ. എവിടെ മാത്രമേ ഉള്ളൂ? x 0 വൈയും 0 എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റിൽ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. കൺക്ലൂഷൻ ഇതാണ്. CR ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ഓൺലി അറ്റ് x = 0 ആൻഡ് y = 0. അതായത് 0 0 എന്ന പോയിന്റിൽ മാത്രമേ CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, ദർഫോർ f ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് എനി പോയിന്റ്. അവിടെ അതെ ഒരു കുഴപ്പമുണ്ട്. CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഈ എഴുതിയത് മിസ്റ്റേക്കാണ്. ഇവിടെ അറ്റ് 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇത് എന്താ പറയുക, എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം ഡിനോമിനേറ്ററിൽ 0 ആയി പോവില്ലേ, ഇതും ഡിനോമിനേറ്ററിൽ 0 ആയി പോകും. ഞാൻ എഴുതിയത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതും തെറ്റാണ്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതി കൺക്ലൂഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഒരു പോയിന്റിൽ മാത്രം CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് കാര്യമില്ല. അതിന് നൈബർഹുഡിലും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് അവിടെ അനലിറ്റിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. 0 0 മാത്രം CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ UX-ഉം UY-യും VX-ഉം VY ഒന്നും നോട്ട് ഡിഫൈൻഡ് അറ്റ് 0 0 അല്ലേ. അപ്പോൾ ഇതൊക്കെ ഡിഫൈൻഡ് ആവും കൂടെ വേണം 0 0. ഇൻ ഷോർട്ട് ഒരു കാര്യം നമുക്ക് പറയാം, ഒരു പോയിന്റിൽ അനലിറ്റിക് അല്ല.